മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ മഹാകവിയായിരുന്ന കുമാരനാശാന്റെ ജീവിതത്തെയും സാഹിത്യ പ്രവർത്തനങ്ങളെയും ആസ്പദമാക്കി ഒരു ഡോക്യുമെന്ററി തയ്യാറായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം. എൻ്റെ പേര് ജ്യോതിരാജ്, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. സാവേരി ക്രിയേഷൻസിന്റെ വക്താവാണ്. എനിക്ക് വലതുവശത്തിരിക്കുന്നത് ഡോക്ടർ പ്രദീപൻ, അദ്ദേഹം ഈ ഡോക്യുമെന്ററിയുടെ സംവിധായകനാണ്. അത് ശ്രീ ഗിരീശൻ മാഷ്, അദ്ദേഹം ഈ തൃശ്ശൂർ ജില്ലയിലും പുറത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഇടതുവശത്തിരിക്കുന്നത് ശ്രീ ചെറിയാൻ ജോസഫ്, അദ്ദേഹം ഈ നഗരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അഗ്രഗണ്യനായ ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്. എൻ്റെ ഏറ്റവും ഇടതുവശത്തിരിക്കുന്നത് ശ്രീ രാകേഷ്, അദ്ദേഹം വിദഗ്ധനായൊരു ഡിസൈനറാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ കുമാരനാശാന്റെ 100ാം ചരമശതാബ്ദി ആചരണ വർഷമായിരുന്നു 2004 ജനുവരി 16 മുതൽ 2025 ജനുവരി 16 വരെ. അന്നാണ് ഇതിന്റെ ഈ ഡോക്യുമെന്ററിയുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചത്. ഇത് കുമാരനാശാനെ കുറിച്ചുള്ള ആദ്യ ഡോക്യുമെന്ററി ആണ് എന്ന് സൂചിപ്പിക്കട്ടെ. ആ ധാരണയിൽ തെറ്റില്ല. ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ചു മറ്റേതെങ്കിലും ഡോക്യുമെന്ററികൾ ഉണ്ടോ എന്ന്. ഇല്ല. അതിന് മുമ്പായിട്ട്, ഇനി വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പായിട്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ റിലീസ് ഉണ്ട്. ആ റിലീസ് അതിന് ഡിസൈൻ ചെയ്ത ശ്രീ രാകേഷ്, ശ്രീ ചെറിയാൻ ജോസഫിനും ഗിരീഷ് മാഷിനും കൊടുത്തുകൊണ്ട് നിർവഹിക്കും. നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി ലഭിക്കും. ഈ ഡോക്യുമെന്ററി 1 മണിക്കൂർ ദൈർഘ്യമാണുള്ളത്. ഇതില് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാർ പലരും സാന്നിധ്യം കാണിച്ചിട്ടുണ്ട്. അവരുടെ അഭിമുഖങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരേതനായ ഈ അടുത്തിടെ അന്തരിച്ച പ്രൊഫസർ MK സാനുവാണ്. അദ്ദേഹം ഈ ചരമശതാബ്ദി ആചരണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് തന്റെ അനാരോഗ്യം നിലനിൽക്കെ തന്നെ വളരെ സജീവമായി സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ചരമശതാബ്ദി കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തിന് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ, അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിൽ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ, ഞങ്ങളുടെ ചില ദൗർബല്യങ്ങളും പ്രശ്നങ്ങളും കാരണം ഇതിന്റെ നിർമ്മാണം നീണ്ടുപോയി. ഏതായാലും ഈ 101ാം ചരമ വാർഷിക വേളയിൽ ഇത് റിലീസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കോഴിക്കോട്ടുകാരനായ ശ്രീ സുലൈമാൻ കക്കോടിയാണ്. ഡയറക്ടറെ പരിചയപ്പെടുത്തി ഡോക്ടർ പ്രദീപൻ. കൂടാതെ ഇതില് പ്രൊഫസർ SK വസന്തൻ, പ്രൊഫസർ MN കാരശ്ശേരി, ഗോപി കൃഷ്ണൻ എന്നിവർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നിരവധി ഈ തൃശ്ശൂരും എറണാകുളത്തുള്ള നിരവധി കലാകാരന്മാർ ഇതില് ചില ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. രാജേഷ് കാക്കശ്ശേരിയാണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ഇത് വിശദാംശങ്ങൾ ചോടയുണ്ട്. ആശാന്റെ പല കവിതകളും അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളിൽ നിന്നുള്ള ഭാഗങ്ങൾ നാടകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യ പ്രദർശനം 2026 ജനുവരി 4 രാവിലെ 10 മണിക്ക് തൃശ്ശൂർ രാംദാസ്, അതിലെ രവികൃഷ്ണ തിയേറ്ററിൽ നടക്കും. നിങ്ങൾ ഈ വാർത്ത അന്നേ ദിവസം ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറയുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയാൻ ജോസഫ് സാറ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. നേരത്തെ സുനിൽരാജ് പറഞ്ഞ പോലെ നമ്മുടെ അയ്യപ്പത്തിയും തൃശ്ശൂർ ജില്ലയിലെ ഫിലിം സൊസൈറ്റിയും ചേർന്നാണ് ഈ ആശാനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത്. അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. ആദ്യത്തെ ഡോക്യുമെന്ററിയാണ്. മുമ്പ്
ഫിക്ഷൻ സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ KP കുമാരൻ്റെ ഗ്രാമപുഷ്പത്തിലെ ഗുരുവൊക്കെ തന്നെ ആശാന്റെ അടിസ്ഥാനപ്പെടുത്തി വന്നിട്ടുള്ളതാണ്. ഡോക്യുമെന്ററി ആയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളതാണ് ഒരു അഭിപ്രായം. എല്ലാ പുതിയ സിനിമകൾക്കും ഒരു വേദി ഒരുക്കുന്ന സംഘമാണ് അയ്യോപ്പൻ. അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ സംവിധായകൻ പ്രദീപൻ കുറച്ചുകൂടി ഡീറ്റെയിൽ പറയും സിനിമയെ കുറിച്ച്. ഇതൊരു സാംസ്കാരിക ദൗത്യം എന്ന നിലയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. സാധാരണ ജീവിച്ചിരിക്കുന്ന കവികളെ ഈ കലാകാരന്മാരും അവർ ഒരു പുസ്തകമൊക്കെ എഴുതാൻ തന്നെ അവർ വലിയ സെലിബ്രിറ്റികൾ ആവും. ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെ ഡോക്യുമെന്ററികളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആശാനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചരമശതാബ്ദി ആചരണം നടക്കുമ്പോൾ പോലും ഒരു നല്ല ഒരു വർക്ക്, ഒരു വിഷ്വലൈസേഷൻ ഡോക്യുമെന്ററി രൂപത്തിലൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ കലാ സാംസ്കാരിക രംഗം എത്രത്തോളം മീനിങ് ഫുൾ ആയി പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ ഡോക്യുമെന്ററിയെ തുടർന്ന് എനിക്ക് ഇതിനകത്ത് ആശാന്റെ 3 കവിതകൾ നമ്മൾ വിഷ്വലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ചിന്താവിഷ്ടയായ സീത, കരുണ തുടങ്ങിയ കവിതകളുടെ വിഷ്വലൈസേഷൻ, നളിനി ഒക്കെ ഇതിനകത്ത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഈ വിഷ്വലൈസേഷന്റെ ഒരു തുടർച്ചയായിട്ട് അതിലെ ചിന്താവിഷ്ടയായ സീത ഇതിനകത്ത് 10 മിനിറ്റ് ഒക്കെ മാത്രമാണ് ഇതിനകത്ത് പ്രയോജനപ്പെടുത്തുന്നത്. പക്ഷെ അതിനകത്ത് അഭിനയിക്കുന്ന ആക്ട്രസ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ട്രസ് ആയതുകൊണ്ട് ആ 10 മിനിറ്റ് ദൈർഘ്യം ഈ ഡോക്യുമെന്ററിക്ക് വേണ്ട സംഗതി തുടർന്ന് അത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു നാടകമായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്താവിഷ്ട എന്ന പേര്. ഇത് നവോത്ഥാനത്തെ വിഷ്വലൈസ് ചെയ്യാൻ ഇത് എനിക്കൊരു പ്രചോദനമായി. തുടർന്ന് സച്ചിദാനന്ദ മാഷ് എഴുതിയ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള നാടകം, മലയാളത്തിൽ ഗുരുവിനെ കുറിച്ച് ഇന്നേ വരെ നാടകം വന്നിട്ടില്ല. ഇതൊരു തുടർച്ചയാണ് ഞാൻ പറയുന്നത്. മീനിങ് ഫുൾ ആയിട്ടുള്ള കലാപ്രവർത്തനം നടത്തുന്നവര് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്ന വർക്കുകളുടെ ഒരു തുടർച്ച ഞാൻ പറയുകയാണ്. ആശാനെ കുറിച്ച് ഡോക്യുമെന്ററി ഇല്ല, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മലയാളത്തിൽ ഒരു നാടകവും ഇല്ലായിരുന്നു. ഇപ്പം സച്ചിദാനന്ദ മാഷ് ഗുരുവിനെ കുറിച്ച് നാടകം എഴുതി ഏതാണ്ട് ഒരു 2 മാസമായി കാണത്തുള്ളൂ അത് BCയും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ നാടകം അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നവോത്ഥാനം വിഷയമാക്കിക്കൊണ്ട് എനിക്ക് കുറെ വർക്കുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു സാംസ്കാരിക ദൗത്യം എന്നതിൽ ചെയ്തിരിക്കുന്ന ഈ വർക്കിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഈ ആശാനും ഗുരുവും ഒക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ കേരളത്തിൽ ചെയ്തത്, അവർ നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ, അതിന്റെ പിന്നടത്തത്തിന്റെ ഒരു കാലത്താണ് നമ്മൾ ഈ വർക്ക് വരുന്നത്. നവോത്ഥാനത്തിന്റെ കാലത്ത് നവോത്ഥാന പ്രവർത്തനത്തിന്റെ സ്ഥാനത്ത് നിന്ന് പുനരുദ്ധാനത്തിന്റെ ഒരു പിന്നടത്തത്തിന്റെ ഒരു കാലമാണ്. അപ്പോ ആശാന്റെയും ഗുരുവിന്റെയും ഒക്കെ പ്രസക്തി ഏറുന്നൊരു കാലമാണ്. നമ്മൾ കൂടുതൽ തിരിച്ചറിയേണ്ട ഒരു കാലമാണ്. ആ നിലയിലാണ് ഇതിനെ കാണുന്നത്. ഇതൊരു എത്രത്തോളം മഹത്തായ ഒരു വർക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് പ്രേക്ഷകർ കണ്ട് വിലയിരുത്തേണ്ടതാണ്. പക്ഷെ ഇതൊരു ആദ്യ ചുവടുവെപ്പാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇതിന്റെ തുടർച്ചയായിട്ട് മഹത്തായ വലിയ വർക്കുകൾ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള മഹാരഥന്മാരാണ് ആശാനും. കവിതയിൽ പുതിയ ഭാവുകത്വം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ആശാൻ. അതുപോലെ തന്നെ കേരളത്തെ രൂപപ്പെടുത്തിയ ശ്രീനാരായണ ഗുരുവിനൊപ്പം പ്രവർത്തിച്ച ആളാണ് ആശാൻ. ആ നിലയിൽ കേരളത്തെ രൂപപ്പെടുത്തിയവരെ നമ്മൾ അർഹമായി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. പുതിയ തലമുറയ്ക്ക് ശരിയായ രീതിയിൽ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു ലക്ഷ്യമൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡോക്യു ഫിക്ഷൻ രൂപത്തിലാണ് നമ്മൾ ചെയ്യാൻ ശ്രമം തുടങ്ങിയത്. പക്ഷെ വലിയ ഭാരിച്ച ഫണ്ടിന്റെ ഒക്കെ അഭാവത്താൽ ഇതൊരു ഡോക്യുമെന്ററിയുടെ രൂപത്തിലേക്ക് പിന്നീട് അത് മാറുകയും പൂർത്തിയാക്കാൻ വലിയ ഒരു സ്ട്രഗിൾ അഭിമുഖീകരിച്ചാണ് നമ്മൾ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും രവികൃഷ്ണയിൽ ഇത് പ്രദർശിപ്പിക്കുന്നു. തീർത്തും സൗജന്യമായിട്ടാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. ധാരാളം ആളുകളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ എല്ലാവിധ സഹകരണം ഉണ്ടാവണം. 52 മിനിറ്റ്.